ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ്ഡ് ആവുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ തിങ്ക് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മെച്യൂരിറ്റി, sorrow, the rebel, turning in, isolation, the dream, clinging to the past, projection, laziness, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. അവയർനെസ്, ട്രാൻസ്ഫോർമേഷൻ, പോസ്റ്റ്പോൺമെന്റ്, ഫൈറ്റിംഗ്, എക്സ്പീരിയൻസിങ്, ഇന്നർ വോയിസ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഔട്ട്സൈഡർ ആണ്. ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണിയിലൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിനെ ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ ഫൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്, അതുപോലെ ഐസൊലേഷൻ കാണിക്കുന്നുണ്ട്, സോറോ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലേസിനെസ്, ട്രാൻസ്ഫോർമേഷൻ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്. കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന എനർജി അല്ല കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അത്രമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ അല്ല ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നത്. ഇവർക്കിടയിൽ ഒരുപാട് ഫൈറ്റിംഗ്, വഴക്കുകൾ, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഭയങ്കരമായിട്ട് വീക്കാണ്, അല്ലെങ്കിൽ സോറോ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഔട്ട്സൈഡർ ആണ് വന്നിരിക്കുന്നത്. പുറമേ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനെ പോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിൽക്കുന്നത്. അവർക്ക് ഒരു റോൾ ഇല്ല. ഇവർ ചെന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര അതിമനോഹരമായിട്ടൊക്കെ പോയൊരു ബന്ധമായിരിക്കാം. എന്നാൽ ഇപ്പോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് വലിയ കാര്യമായിട്ടുള്ള ഒരു റോൾ ഉള്ളതായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾക്കോ മറ്റോ ഒന്നും അവിടെ ഇവര് ആദ്യം ചെന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യവും കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പുറമെ ഇവരതൊന്നും മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അറിയാത്ത രീതിയിൽ ഇവരത് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ അതൊന്നും അറിയാത്ത രീതിയിൽ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ്പോൺമെന്റ് വന്നിരിക്കുന്നതുകൊണ്ട് നീട്ടി നീട്ടി ഇവർ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇവര് മൊത്തത്തിൽ എല്ലാ രീതിക്കും മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി വീക്ക് ആണ്. ഇവിടെ ഒരു ഐസൊലേഷൻ പീരീഡിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരുതരം ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്ന് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വെളിച്ചം തേടി പോരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും stuck ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്.
എന്നാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടും അല്ല ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ലേസിനെസ് ആണ് വന്നിരിക്കുന്നത്. ലേസിനെസ് എന്ന് പറയുമ്പോഴേക്കും വളരെ മടിയോടുകൂടി എങ്ങനെയൊക്കെയോ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ബന്ധം. ആ ഒരു രീതിയിലാണ് തേർഡ് പാർട്ടി എനർജീനെ കിട്ടുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും ഡ്രീം എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ആ ഒരു പുറകിലെ കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. പുറകിലെ കാലഘട്ടം എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന് മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഈ ഒരു പേഴ്സൺ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഓർക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ അവർ കാണുവാണ് എന്ന് വെച്ചാൽ ഇവര് കാരണം നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ, സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ ആ ഒരു പ്രൊജക്ഷൻ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരത് ഫേസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വീണ്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ആ ഒരു ഇമ്മച്യൂർ ആയിട്ട് പെരുമാറിയ രീതികൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്നാൽ ഇവർക്ക് പുതിയൊരു ഉണർവ് വന്നിരിക്കുന്നുണ്ട്. ആ ഒരു ഉണർവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട്. പുറമേ നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു കാഴ്ചക്കാരനെ പോലെ ഇവർ ഈ ഒരു ബന്ധത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇവരിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാണ്. എല്ലാ രീതിക്കും മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവർ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വയമേ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇവർ ഇവരുടെ ലൈഫുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ അവര് നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത, ഒരു റിഗ്രറ്റ് ഫീല്, അത് അവരിൽ ഭയങ്കരമായ ഒരു വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടോ? അതായത് ഇവർക്ക് ഇനി ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ സാധിക്കുമോ? അതോ ആ ഒരു ടൈം കഴിഞ്ഞു പോയി, നിങ്ങൾ പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയോ എന്നൊക്കെയുള്ള ചിന്തകൾ ഭയങ്കരമായ ഒരു നിരാശ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും സ്വയം തന്നെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിച്ച് അവർ അവരെ തന്നെ ഇപ്പോൾ ഹീൽ ചെയ്യിക്കുകയാണ്. ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ലൈഫിന് തന്നെ ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം എന്നുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു അറിവ് ഇവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹീലിംഗിലൂടെ പോകുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവർക്കൊരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ പോലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള തിരിച്ചടി കിട്ടും എന്നുള്ളൊരു വിവരമൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഗൈഡൻസ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഏത് രീതിയിൽ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത്. എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ലെറ്റിംഗ് ഗോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ നിന്നൊന്ന് മാറിപ്പോകണമെന്ന് നന്നായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. അപ്പൊ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവിടുന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകണം എന്നുള്ളൊരു ചിന്തകൾ വന്നിരിക്കുന്നത്. മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. ബ്ലോക്ക്ഡ് എന്ന് പറയുമ്പോഴേക്കും ഓവർ തിങ്കിങ് ആണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നെഗറ്റിവിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥ, ഒരുതരം ഡിപ്രസ്ഡ് സ്റ്റേജ്, ആ ഒരു ആങ്സൈറ്റി മൂഡിലാണ് ഇവർ നിൽക്കുന്നത്. വളരെയധികം സൈലന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. സൈലന്റ് എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി ലെവലാണ്. നിങ്ങളുടെ പേഴ്സൺ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നു. അവർക്കൊരു മെച്യൂരിറ്റി വന്നിരിക്കുന്നു. അവർ ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു. അവരുടെ ക്യാരക്ടറിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളെ ഇരുത്തി ചിന്തിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഒക്കെ ഇവർക്ക് ഇപ്പൊ ലഭിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ക്ലാരിറ്റിയും ലഭിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടെ പക്ഷേ പൊളിറ്റിക്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവര് ആ ഒരു പാസ്റ്റിലേക്ക് ഓർമ്മകൾ പോകുന്നുണ്ടെങ്കിലും ഇവരുടെ ഇമോഷൻസിനെ ഒരു രീതിയിലും മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിച്ച് മറ്റൊരു മുഖവും അണിഞ്ഞു തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളെ ചിലപ്പോൾ നേരിട്ട് കാണുന്നവരായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തടുത്തുള്ളവരായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആണെന്നുണ്ടെങ്കിൽ പോലും
ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയോ നിങ്ങളുടെ കാര്യങ്ങൾ ഇവർ അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങളൊന്നും അറിയാതിരിക്കാനായിട്ട് ഇവരൊരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് പുറമേയൊക്കെ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് മൊത്തത്തിലൊരു ഭാരാവസ്ഥയാണ്. സ്വന്തം ലൈഫിൽ തന്നെ വലിയ വലിയ കാര്യമായിട്ടുള്ള ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. അപ്പൊ ഇവിടെ നിന്നൊരു ചേഞ്ച് ആഗ്രഹിച്ച് വളരെയധികം ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൊമെന്റിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ച് അതിനായിട്ടുള്ള ഒരു സോഴ്സ് ഇവരിപ്പോ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ടേണിംഗ് ഇൻ ആണ്, ഒരു മാറ്റം കൊണ്ടുവരിക. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് ലഭിക്കുന്നില്ല. ഹാപ്പിനെസ് മാത്രമല്ല, ഇവർക്കൊന്ന് ഉറക്കെ കരയാനായിട്ടാണെന്നുണ്ടെങ്കിലും ചിരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ ഇവർക്ക് ഉള്ളത്. ഒരു മരവിച്ച പാവ പോലെ മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കുന്നത് കൊണ്ടിട്ടാണ് പുതിയൊരു ഉണർവ് കൈവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഭയങ്കരമായിട്ട് തളർത്തുന്നുണ്ട്. എങ്കിലും അവർ ഒത്തിരി നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു പാസ്റ്റിലേക്ക് കടന്നു വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാ ചിന്തിക്കുന്നത്. ഇവരിവിടെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് മാറിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇവർക്ക് മുന്നോട്ടേക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുറകോട്ടേക്കുള്ള ചിന്തകളാണ് വരുന്നത്. കാരണം അവർ മുന്നോട്ടേക്ക് ചിന്തിക്കാത്തതിന്റെ റീസൺ ഇവർ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഇപ്പൊ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും പാച്ചപ്പ് ആ ഒരു പാച്ചപ്പ് ചെയ്ത് എടുക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകുമായിരുന്നു. ആ ഒരു ഓർമ്മകളൊക്കെ വരുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഇവർ അത്രത്തോളം തളർന്നു പോകുന്നത്. എങ്കിലും അവരുടെ ഇന്നർ വോയിസ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൽ നിന്നൊരു മാറ്റങ്ങൾ വന്ന് ഒരു ചേഞ്ച് സംഭവിച്ച് നിങ്ങളിലേക്കൊന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തെറ്റുകളെല്ലാം ഒന്ന് ഏറ്റു പറയാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയിൽ പോലും നിങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റേത്. ഇതുവരെ ഇവർ ഓരോ കാര്യങ്ങളും പിന്നെ ആവട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. എന്നാൽ അവർക്ക് ഒട്ടും അവിടെ ഒരു ഓക്കെ മൊമെന്റ് ആണ്. ഓക്കെ എന്നും പറയാൻ പറ്റില്ല, ഓക്കെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു മൊമെന്റ് ആണ്. പക്ഷെ ആ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് എത്ര നാള് മുന്നോട്ടേക്ക് പോകും? ഇതുവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഇനിയെങ്കിലും ഇവിടെ നിന്നൊരു മാറ്റം വേണം, ഒരു ടേണിംഗ് കൊണ്ടുവരണം. ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നും അല്ലാതെയായി പോകും. ഇപ്പൊ തന്നെ ഇവർക്ക് ഇവരുടെ തന്നെ കൺട്രോൾ എല്ലാം വിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു എനർജി നോക്കുമ്പോൾ കിട്ടുന്നത്. ഒരു ഹാപ്പി മൊമെന്റിലൂടെ അല്ല പോകുന്നത്, കുഴപ്പമില്ലാത്തൊരവസ്ഥ. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ല, എങ്ങനെയെങ്കിലൊക്കെ പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവരുടെ മനസ്സിൽ നിങ്ങളോട് ഈ ഒരു സമയത്തുള്ള ഇമോഷൻസ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ടെംപ്ടേഷൻ, ഡ്രീം, മെസ്സേജസ്, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ആണ്. ലെറ്റ് ഇൻ ഗോ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ട്രാൻസ്ഫോർമേഷൻ എനർജി, ക്ലാരിറ്റി, ട്രൂത്ത്സ്, ഹോട്ട്, പാഷൻ, ഫിയേഴ്സ്, ഇല്യൂഷൻ, റിസീവ്, ഓപ്പൺ, ഫുൾഫിൽമെന്റ്, സ്ട്രെങ്ത്, attract, fate, abundance, past suffering, toxicity,
റിന്യൂവൽ. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സെപ്പറേഷൻ, ലവ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ടോക്സിസിറ്റി വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പുലികളായിട്ട് നിന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇവര്. എന്ന് വെച്ചാൽ നിങ്ങളെ ഭരിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നവര്. എന്നാൽ ഇപ്പോ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത്, നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ ഇവരിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ, അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അല്ല, റിലേഷൻഷിപ്പ് ആദ്യ സമയത്തൊക്കെ നന്നായിട്ടായിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവരുടെ ഒരു ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, കാര്യങ്ങൾ, സ്വാർത്ഥത, ഈഗോ ഇതെല്ലാം കലർന്നു വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ടോക്സിക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്നുള്ളതല്ല, ഈഗോ വെച്ച് നിങ്ങളെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോ അനുഭവിക്കുന്നത് മറ്റൊരു രീതിയിൽ തന്നെ ഇവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതേക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഓർമ്മകൾ വരുമ്പോൾ. ഇവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ഒരു ഈഗോയും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വന്നു പോയത്. എന്നാൽ ഇപ്പോ അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും അവരുടെ മനസ്സിനെ തന്നെ ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അട്രാക്റ്റ് വന്നിരിക്കുന്നതുകൊണ്ട് വളരെയധികം ഒരു അട്രാക്ഷൻ, പ്രണയം, പാഷൻ, അതുപോലെ തന്നെ ഭയങ്കരമായ ഒരു ലെസ്റ്റ് എല്ലാം ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ലെസ്റ്റ് എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പല പല കാര്യങ്ങളിലേക്ക് ടെംപ്റ്റേഷൻ വന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ പോയി. അത് എടുത്തിരുന്ന ആ ഒരു ഡിസിഷൻ വളരെയധികം തെറ്റായ ഒരു ഡിസിഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോ നിങ്ങൾ ഓർമ്മ വന്നിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു തേർഡ് സിറ്റുവേഷനെ വിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും അവിടെ ഒരു ഡെത്ത് സംഭവിച്ച് ട്രാൻസ്ഫർമേഷൻ ഇവർക്ക് വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർക്കൊരു ന്യൂ ബിഗിനിങ് ലഭിക്കുമോ എന്നുള്ളൊരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു കംഫർട്ട് സോൺ ആണ് അവർക്ക് മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ എല്ലാ രീതിയിലും ഇവർക്ക് ഓക്കെ ആയിരുന്നു, ഇവരുടെ ഒരു കംഫർട്ട് സോൺ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കാനായിട്ട് കുറെ അധികം വൈകി പോയി എന്നുള്ളൊരു ഫീൽ ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡ്രീം മെസ്സേജസ് വന്നിട്ടുണ്ട്. ടെലിപതി കമ്മ്യൂണിക്കേഷൻ ആണ്. മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ എനർജി വല്ലാതെ ഇവരെ അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരെ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ച് തന്നെയാണ് ഇവരെ ഇപ്പൊ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകണമെന്ന് എല്ലാ രീതിക്കും ഇവരുടെ ഇൻഡ്യൂഷൻ ഇപ്പൊ ഇവരോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ നോക്കി കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടുവരണമെന്നും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ഫുൾഫിൽമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്, സന്തോഷം, സക്സസ് ഇതെല്ലാം കൊണ്ടുവരണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ മനസ്സുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാണ്. എന്നാൽ അതിനെ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അത് വളരെ ഒരു സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങളിലേക്കുള്ള ഒരു അട്രാക്ഷൻ ഓരോ നിമിഷവും ഇവരിൽ കൂടി വരുന്നുണ്ട്. ഫേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു കർമ്മയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാണ്. സൈക്കിൾ എനർജി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു പവർ തന്നെയാണിത്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്ന രീതി അനുസരിച്ചിട്ട് ഈശ്വരന്റെ ഒരു പവർ ആണിത്. ഇവരെന്താണോ നിങ്ങളിലേക്ക് തന്നത് അത് ഇവർക്ക് മറ്റൊരു രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് വിധി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പക്ഷെ എങ്കിലും ആ ഒരു വിധിയെ ഓർത്ത് അവിടെ തന്നെ ഇരിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കാരണം പാസ്റ്റിലെ ഓർമ്മകളെല്ലാം ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പാസ്റ്റിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രമല്ല ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങളിലേക്ക് ഇവർ തന്നിരുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾ എത്രമാത്രം ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷം തന്നിട്ടുണ്ട് എല്ലാം ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നുണ്ട്. എങ്കിലും റിന്യൂവൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ലൈഫ് വേണം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ഇതിനകത്ത് കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന അംഗീകാരം, കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷം, കാര്യങ്ങൾ അതെല്ലാം ഇതിൽ തിരിച്ചു കൊണ്ടുവരിക.
അതിനു വേണ്ടി ഒരു അവസരം ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിഷ് ഇവരിപ്പോ ചെയ്യുന്നുണ്ട്. വിഷ് ചെയ്യാന്ന് വെച്ചാൽ അവർ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഡൗട്ട് തന്നെയാണ് അവർ ആ ഒരു പ്രാർത്ഥനകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം അവർക്കറിയാം അവർ എന്താണ് റിലേഷൻഷിപ്പിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ്, അത് തന്നെയാണ് ഇവിടുത്തെ വലിയൊരു കാര്യം. ചിലപ്പോൾ നിങ്ങൾ ദേഹോപദ്രവമോ കാര്യങ്ങളോ അല്ല, മനസ്സിന് വലിയ രീതിക്കുള്ള ഒരു മുറിവുകൾ ഇവർ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മുറിവുകളെ മായ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അവർക്ക് അതിനുള്ള ഒരു അവസരം കിട്ടണം, നിങ്ങളോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് സാധിക്കണം. പക്ഷെ അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം ക്ലാരിറ്റിയോട് കൂടി സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയണം. അപ്പൊ ആ ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ. എല്ലാ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളെ അറിയിക്കുക, കാരണം നിങ്ങൾ വിശ്വസിക്കണം ഇവരെ എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. സ്വന്തമായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എഫേർട്ട് എടുക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകരുത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഈ ഒരു സോൾ ഗ്രോത്ത് ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഡിവോഴ്സിലേക്ക് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവർക്കൊരു ഡിവോഴ്സ് അല്ല വേണ്ടത്, വീണ്ടും നിങ്ങളുമായിട്ട് ഒരു സ്റ്റാർട്ടിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു ടൈമിംഗ് എനർജി വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അപ്പോളജി ആണ് കിട്ടിയിരിക്കുന്നത്, ഫോർഗീവ്നെസ് ആണ്. നിങ്ങളിലേക്ക് ഒരു ഫോർഗീവ്നെസ്സുമായിട്ട് കടന്നു വരിക, ക്ഷമാപണം നടത്തുക. തേർഡ് പാർട്ടിയാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും എത്രയും വേഗം മൂവ് ഓൺ ആയിട്ട് ഈ ഒരു ഒബ്സ്റ്റക്കിൾ എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നിങ്ങളിലേക്ക് ക്ഷമാപണവുമായിട്ട് വന്ന് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിനെ മാറ്റി പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. എല്ലാ രീതിക്കും ഈ ഒരു ബന്ധത്തിൽ ഒരു റിന്യൂവൽ എന്ന് വെച്ചാൽ റീകൺസിലേഷൻ ആണ്. ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി വളരെയധികം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അട്രാക്റ്റ് ആവുന്ന ഒരു പേഴ്സൺ ആണ്. അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു പാഷൻ ആയിട്ടാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫയർ ആണ്. ഫയർ എന്ന് പറയുമ്പോൾ ആളിക്കത്തുക എന്ന് വെച്ചാൽ ഇവരുടെ എനർജിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ വേണമെന്നൊരു ചിന്ത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് തന്നെയാണ് ആ ഒരു ഹോട്ട് എന്ന് പറയുമ്പോൾ മാസ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു രീതിയിൽ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സിറ്റുവേഷൻ എല്ലാ രീതിക്കും ലെറ്റ് ഗോ ചെയ്ത് ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. ഈ ഒരു ക്ലൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ. ആർ എന്നൊരു ലെറ്റർ. പി എന്നൊരു ലെറ്റർ. എസ് എന്നൊരു ലെറ്റർ. 10 നിങ്ങൾക്ക് നമ്പർ ആയിട്ടും എടുക്കാം. ഒക്ടോബർ, ജാനുവരി മന്ത്, ഡിസംബർ, 28, സ്കോർപിയസ്, വിർഗോ, 22, വി എന്നൊരു ലെറ്റർ, നവംബർ, വി അഗൈൻ, ജൂലൈ, ലിയോ, മകയിരം, 32, ജാനുവരി അഗൈൻ, കെ എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം. ഒ എന്നൊരു ലെറ്റർ, യു എന്നൊരു ലെറ്റർ,
40, ഓഗസ്റ്റ് എന്നൊരു മന്ത്, 27, ഡിസംബർ again, ജെമിനി, ലിബ്ര, വി again, ആർ, 28 again വന്നിട്ടുണ്ട്, എച്ച്, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, എം, ലിബ്ര again, 44, തൃശ്ശൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.